ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് കണ്ടാലോ? അപ്പം നിങ്ങൾക്ക് പല ഡൗട്ടുകളും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ, പറഞ്ഞിരുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. നമ്മൾ ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവർക്ക് എപ്പോഴും ഡൗട്ടുകൾ ഉണ്ടാവും. എന്തായാലും സ്റ്റിച്ചിങ് ആയാലും അതുപോലെ തന്നെ വെട്ടുന്നതായാലും പല പല ഡൗട്ടുകളായിരിക്കും നമുക്ക് ഉണ്ടാവാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്, നമ്മൾ പാൻറ്റ് ഏകദേശം ഒരു പാറ്റേൺ പോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് അളവെടുക്കുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ നമ്മൾ പാറ്റേൺ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്ലൗസിൻ്റെയും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ പാൻറ്റിൻ്റെയും കൂടെ ഒരു പാറ്റേൺ അപ്പോൾ ഇതിൻ്റെ ഫുൾ പാറ്റേൺ ആയിട്ടല്ല, ഞാനൊരു ചെറിയൊരു പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചെറുത് ഞാൻ വേണമെങ്കിൽ വെട്ടിയും കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് പാൻറ്റിൻ്റെ അളവുകൾ എങ്ങനെയാണ് എടുക്കുക, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് മിക്കവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണിച്ചൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ തുണിയിൽ വെട്ടുന്നതും അതുപോലെ തന്നെ നമ്മൾ പേപ്പറിൽ വേണമെങ്കിൽ കറക്റ്റ് പാറ്റേൺ വെട്ടുന്നതും വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതെങ്ങനെയാണ് അളവെടുക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞുതരാം. തുണീനെ 4 ആക്കി മടക്കിയിടണം. നമ്മൾ എന്ത് ചുരിദാറാണെങ്കിലും എന്തായാലും നമ്മൾ തുണീനെ എന്ത് ചെയ്യണം, 4 ആക്കി മടക്കിയിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ തുണീനെ നമ്മൾ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ തുണി എടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ 36 എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യുക. നമ്മുടെ അളവ് എത്രയാണോ 36 വെച്ച് കഴിഞ്ഞാൽ അതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഒരു ഭാഗത്തിൻ്റെ അളവാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 36 ആണ് എൻ്റെ അളവ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 കിട്ടാൻ. നമുക്ക് അതിൻ്റെ കൂടെ നമ്മളൊരു 2.5 ഇഞ്ച് എന്ത് ചെയ്യുക, തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കാം. തയ്ക്കാൻ വേണ്ടിയിട്ടൊരു 2.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 11.5 മൊത്തം കിട്ടുന്നത് കേട്ടോ. 11.5 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഒരു പോയിന്റ് ഇട്ട് വെക്കുക കേട്ടോ. 11.5 നമ്മൾ ഇവിടെ നിർത്തിട്ട് അടയാളപ്പെടുത്താം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെങ്ത്തും എന്ന് പറയുന്നത് നമ്മുടെ പലരുടേതേ ലെങ്ത്ത് പലതായിരിക്കും അല്ലേ, എല്ലാവരുടെയും സെയിം ലെങ്ത്ത് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 1.5 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഇടുന്നത് നമ്മുടെ എലാസ്റ്റിക് വെക്കാനും അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മുടെ ലെങ്ത്ത് നമ്മൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക, അളവ് താഴോട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് എടുക്കുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് 12.5 നമ്മൾ എടുക്കേണ്ടത്. 12.5 നമ്മൾ എന്ത് ചെയ്യുക, താഴത്തോട്ട് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് ലെങ്ത്ത് നമ്മുടെ ടാപ്പ് ഉപയോഗിച്ച് 12.5 അടയാളപ്പെടുത്താം. അതിനുശേഷം 2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണത്. 2 ഇഞ്ച് വരച്ച് നമുക്കൊരു കർവ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് നീട്ടി വരച്ച് ഇവിടെ നമ്മൾ 1 ഇഞ്ചിൽ കുത്തിടുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു കർവ് പോലെ വരച്ച് ചേർക്കണം ഇതുപോലെ. അപ്പോൾ നമ്മൾ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വിരിവ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് അടയാളപ്പെടുത്തുക. നമ്മൾ ഇവിടെ നിന്ന് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് 10 തന്നെ ആയിരിക്കണം കേട്ടോ കിട്ടുന്നത്. ഇവിടെ നിന്ന് അളന്ന് നോക്കുമ്പോൾ 10ഉം ഇവിടെ നിന്ന് 2ഉം മൊത്തം 12 തന്നെ നമുക്കിവിടെ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് നമ്മളിങ്ങനെ വരച്ച് ചേർക്കണം. നമുക്ക് താഴെ, അതായത് നമ്മുടെ പാൻറ്റിൻ്റെ ഏറ്റവും താഴെ എന്തോരാണോ നമുക്ക് ഇത് വേണ്ടത്, വിരിവ് വേണ്ടത്, അതനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തുക. ആ ഒരു പോയിന്റിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് അടയാളപ്പെടുത്തുക. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് അടയാളപ്പെടുത്തുക. സിമ്പിളായിട്ട് നമുക്ക് പാറ്റേൺ അത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് എത്രയാണോ വിരിവ് വേണ്ടത് അത് നമ്മളിവിടെ മുകളിൽ എടുക്കുക. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് നമ്മൾ താഴോട്ട് ഇതുപോലെ എടുക്കുക. പിന്നെ നമ്മളിതുപോലെ ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വെട്ടാൻ പറ്റുന്നതാട്ടോ നമ്മുടെ പാൻറ്റ്. ഇതുപോലെ പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി ഒറിജിനൽ പാറ്റേൺ ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വേഗം
പാറ്റേൺ വെച്ച് തന്നെ നമുക്ക് വെട്ടാം. നമുക്ക് ഈ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഞാനതൊന്ന് വരച്ച് വെച്ചതാണ് കേട്ടോ. ഈ ഒരു ലൈനാണ് കേട്ടോ ഇത്. ഈ ലൈനല്ല, ഈ ഒരു ലൈനാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ വെട്ടി മാറ്റി കളയാം. കണ്ടോ, ഈ കർവ് ഇതുപോലെ ഒന്ന് വരച്ച് നമുക്ക് വെട്ടാം. ഈ താഴെ അപ്പോൾ നമ്മുടെ പാറ്റേൺ അവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ രണ്ട് ഇതുണ്ടോ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗവും തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. അതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടോ, ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ വിരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ജോയിൻ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ ചെയ്തിങ്ങനെ റെഡിയാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെട്ടാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ പാൻറ്റ്. നിങ്ങൾക്ക് അളവ് എടുക്കാനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ.